ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു 2-3 ദിവസം മുമ്പ് പഞ്ചാബുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവിടെ ക്രൈസ്തവർ ഇത്രമാത്രം കൂടിയത്, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഗ്ലോബലായിട്ട് പല മലയാളികളും അത് കാണുകയുണ്ടായി. ഇപ്പോൾ പല ആൾക്കാരും എന്നോട് പല ചോദ്യങ്ങൾ എൻ്റെ പേഴ്സണൽ മൊബൈലിലും വാട്സപ്പിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ എനിക്ക് പേഴ്സണലായിട്ട് പല മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒന്ന് വിവരിക്കണേ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ആരൊക്കെയാണ് ഇതിൻ്റെ പിറകിൽ, എന്ത് മെക്കാനിസമാണ് അവിടെ വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്താണ് ഇതിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് സോഷ്യോ എക്കണോമിക് ഫാക്ടർ വരുന്നുണ്ട്, ആരൊക്കെയാണ് ഇതിൻ്റെ പിറകിൽ നിന്നത്, എന്താണ് അവിടുത്തെ ഇഷ്യൂസ്. അപ്പം പല ആൾക്കാരും ചോദിച്ചു ആരാണ് ഇവർക്ക് ഫണ്ട് ചെയ്തത്. നോർമൽ ക്വസ്റ്റ്യനാണ്, കാരണം ഇത് ചെറിയ സംഭവത്തിൽ ഫണ്ടിങ് ഇല്ലാതെ നടക്കത്തൊന്നുമില്ല. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഈ പഞ്ചാബിൻ്റെ ഈ ബോർഡറിൽ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, അവിടെ അന്ന് ഈ ചെറിയ രീതിയിൽ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. കാരണം ആദ്യകാലത്ത് വന്ന ബ്രിട്ടീഷുകാർ ത്രൂ, നമുക്ക് അവരെ പറയാം ആംഗ്ലിക്കൻ ചർച്ച് ത്രൂ ഒക്കെ അവിടെ, പിന്നെ അർമേനിയൻ ചർച്ചിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ബംഗാളിലുണ്ട് അർമേനിയൻ ചർച്ച്. അപ്പോൾ അവിടെ ചെറിയ രീതിയിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന 1920 ശേഷമാണ് അവിടെ ഒരു ഐക്കോണിക് ഫിഗർ അവിടെ വരുന്നത്. അതിൻ്റെ പേരാണ്, നിങ്ങൾ കേട്ട് കാണും, സാധു സുന്ദർ സിംഗ്. അദ്ദേഹം സർദാറാണ്. അതായത് തോൽ പണിക്കാരൻ, ചമേദാർ എന്ന് ഹിന്ദി പറയും. ആ കുടുംബത്തിൽ ജനിച്ച, അത് ഈ ചമേദാർ നമ്മൾ പാവം പിടിച്ച കുടുംബം ആയിരുന്നില്ല ഈ സുന്ദർ സിംഗിൻ്റെ കുടുംബം. അതായത് ഒരുവിധ സാമ്പത്തികമുള്ള കുടുംബം, കാരണം എല്ലാവരും തോലിൻ്റെ ചെരുപ്പുകളും അതൊക്കെ ഉപയോഗിക്കും. അതിൻ്റെ ഒരു ഹോൾസെയിൽ മാർക്കറ്റൊക്കെ നടത്തുന്ന അവിടുത്തെ സർദാറായിട്ടുള്ള ദളിത് ചമേദാർ, ആ ഫാമിലിയിൽ നിന്നുമാണ് ഈ പറയുന്ന സുന്ദർ സിംഗ് ജനിക്കുന്നത്. 1920, 22, 23 ആ ടൈമിലാണ്. പിന്നീട് അദ്ദേഹം അവിടെ വളരുന്നു. ഇദ്ദേഹം ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മാതാവ് മരിച്ചു പോകുന്നു. അപ്പം അവിടെ നിന്നാണ് ഇദ്ദേഹം അതായത് ഈ ക്രിസ്ത്യനായിട്ട് ഇദ്ദേഹം കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഒരു സുവിശേഷകനായിട്ട് മാറുന്ന സമയത്ത് ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം ഇന്ത്യയിലെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ ട്രഡീഷനിലായിരിക്കും അദ്ദേഹം ഈ ഗോസ്പല് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ, നിങ്ങൾക്കറിയാം ഈ അരക്കെട്ട് എന്നൊരു സംഭവമുണ്ട്. അരക്കെട്ട് എന്ന് പറയുന്നത് സാഫ്രോൺ, ഇന്ത്യനൈസ്ഡ് സാഫ്രോൺ, അത് സാഫ്രോൺ ഇതാണ് അദ്ദേഹം അരക്കെട്ടായിട്ട് ഉപയോഗിച്ചത്. പിന്നീട് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചെരുപ്പ് അത് അദ്ദേഹം വേണ്ട എന്ന് വെച്ചു. ഇവിടെ നിന്നാണ് ബേസിക്കലി അവിടെ ഒരു പ്രൊട്ടസ്റ്റന്റ് പെൻറ്റക്കോസ്റ്റൽ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പറയുന്ന സാധു സുന്ദർ സിംഗ്, അതേപോലെ തന്നെ അദ്ദേഹം സാധുവാണ്. അതായത് സാധു എന്ന് പറയുന്നത് അറിയാമല്ലോ, സന്യാസിയാണ്, സാധുവാണ്. അത് സാധുവായിട്ട് ഇദ്ദേഹം ആ പേരും സ്വീകരിച്ചു. ഇതേപോലെ തന്നെ കേരളത്തിൽ സാധു കൊച്ചുകുഞ്ഞുപദേശി, അദ്ദേഹം ആ പേര് സ്വീകരിക്കുമായിരുന്നു. അപ്പം ഇതിനകത്തൊരു സാധു എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥമെല്ലാം കൂടെ ക്ലബ് ചെയ്താണ് ഈ സംഭവം പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ വർഷം ഈ പറയുന്ന സാധു സുന്ദർ സിംഗ് അവിടെയൊക്കെ സുവിശേഷമായിട്ട് അവിടെയൊക്കെ നടക്കുന്നു, ഇന്ത്യയിൽ പല ഭാഗത്തും പോകുന്നു. എനിക്ക് തോന്നുന്നു ഈ സാധു സുന്ദർ സിംഗ് ഈ മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ട്. കാരണം അദ്ദേഹം ഈ കേരളത്തിലൊക്കെ വന്നിരുന്നു എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ അവിടെ പ്രസംഗത്തിലോ അല്ലെങ്കിൽ അവിടെ ആൾക്കാരുടെ കൂട്ടത്തിലോ അദ്ദേഹം ഈ സുവിശേഷൻ ഗോസ്പൽ പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പല രീതിയിലുള്ള ചോദിച്ചപ്പോൾ, ഈ പഞ്ചാബിൽ നിന്ന് ചോദിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുന്നു. മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്. ഈ സർദാർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, അതായത് സിഖുകാർ, ഇവർ ഭയങ്കര ഹാർഡ് കോറാണ് റിലീജിയൻ എന്ന് പറയുന്നത്. അവരുടെ ആ റിലീജിയനിൽ നിന്ന് വിട്ട് ചിന്തിക്കുന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റരുത്. കാരണം എനിക്ക് സർദാർമാരെ അറിയാം. കാരണം അവർക്ക് ഗുരുദ്വാര, അവരുടെ ആചാര രീതികൾ, അവർ സിഗരറ്റ് വലിക്കത്തില്ല, അവർ മദ്യം കഴിക്കും. അവർ മുടി പോലും നിങ്ങൾ കേട്ട് കാണും, സർദാർമാരോട് ബാർബർ ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ
രക്ഷപ്പെടുത്തിൽ. നിങ്ങളൊക്കെ കേട്ട് കാണുന്ന സർദാർ തമാശകളൊക്കെയാണ്. അതേപോലെ തന്നെ ഇവർ വാരിയേഴ്സാണ് പണ്ട് മുതൽ. ഈ സിഖ് മതം ഉണ്ടാകുന്നത് ഇവിടെയുള്ള മുഗൾ ഭരണത്തിനെതിരെയും മറ്റുള്ള വാരിയേഴ്സ് എന്നുള്ള രീതിയിലും, അതായത് ഇവിടെയുള്ള രാജാക്കന്മാരുടെ വാരിയേഴ്സ് ആയിട്ടാണ് ഈ സിഖ് മതം ഉണ്ടായതാണ് ചരിത്രത്തിൽ പറയുന്നത്. അതിനുശേഷം ഇന്ത്യയിലുള്ള പല ഹിന്ദുക്കളും സിഖുകാരായിട്ട് കൺവേർട്ട് ചെയ്ത്, അതായത് അവരുടെ ലാൻഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി അവർ വാരിയേഴ്സായി. ഇപ്പം നിങ്ങൾ ഗുരുനാനാക്ക് ഒഴികെ നിങ്ങൾ സിഖ് ഗുരുക്കളെ എടുത്താൽ ഇവരെല്ലാം തന്നെ വാരിയേഴ്സ് ആയിരുന്നു. ആ ചരിത്രം അങ്ങനെയാണ്. അപ്പം അത്ര ആർഡൻ്റായിട്ട് സിഖ് ബിലീഫ്സ്, അവരുടെ റിച്വൽസ് ഇതെല്ലാം നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയായിരുന്നു സിഖ് മതം എന്ന് പറയുന്നത്. പിന്നെ ഇവർ ഹാർഡ് വർക്കേഴ്സാണ്, ഭയങ്കരമായിട്ട് പറയും, നല്ല അഗ്രികൾച്ചർ ഫാർമേഴ്സാണ്. ഇതൊക്കെ ഇവർക്ക് ക്രെഡിറ്റുള്ള സംഭവമാണ്. പക്ഷേ പഞ്ചാബിൽ സംഭവിച്ചത്, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ജട്ട് സിഖ് എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റിയാണ് പഞ്ചാബിൽ. ജട്ട് സിഖ് എന്ന് പറയുന്നത് അവരവിടുത്തെ പഞ്ചാബിൽ ഇപ്പോഴത്തെ സെൻസസ് എടുക്കുകയാണെങ്കിൽ അവർ 22% ഉണ്ട് ജട്ട് സിഖ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കയ്യിലാണ് പഞ്ചാബിലുള്ള 93% ലാൻഡും. അതായത് അവിടുത്തെ അവർക്ക് ഇവർ പറയുന്ന കേരളത്തിലെ ആൾക്കാർ വലുതായിട്ടൊക്കെ ഈ സമരം ചെയ്യാൻ പോകുമ്പോൾ ഇവർ പ്രധാന ഒരു കോർ ഇഷ്യൂ മനസ്സിലാക്കുന്നില്ല. ഈ പറയുന്ന സർദാർമാർ അവരുടെ ലാൻഡിൽ അവരാർക്കാണ് കൃഷി ചെയ്യാൻ കൊടുക്കുന്നത്? ഈ പറയുന്ന ഈ അവിടുത്തെ ദളിതായിട്ടുള്ള സർദാർമാർക്കും ഹിന്ദുക്കൾക്കുമാണ് ലാൻഡ് പാട്ടത്തിന് കൃഷി ചെയ്യാൻ കൊടുക്കുന്നത്. അല്ലാതെ ഈ 300-400 ഏക്കർ ലാൻഡ് കൃഷി ഉള്ള ലാൻഡ് ഓണേഴ്സ് എന്ന് പറയുന്ന ജട്ട് സിഖ് അവർ ബേസിക്കലി അവർ കൃഷി ചെയ്യുന്നില്ല, അവർ ലീസിന് കൊടുത്തേക്കുവാണ്. അവരാണ് മണ്ടി കൺട്രോൾ ചെയ്യുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, 92% പഞ്ചാബിൻ്റെ ലാൻഡ് കൺട്രോൾ ചെയ്യുന്ന ജട്ട് സിഖ് അതിഭയങ്കരമായി ഡോമിനേറ്റ് ചെയ്യുകയാണ്. അവരുടെ പാർട്ടിയാണ് അകാലിദൾ, അവർക്ക് കോൺഗ്രസ് ആണെങ്കിൽ ആരും, കാരണം അവരാണ് ആ സ്റ്റേറ്റ് ഭരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് ഭയങ്കരമായിട്ട് മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ടു ഈ പറയുന്ന ഈ ദളിത് സിഖുകാർ. അന്ന് ഈ ദളിത് സിഖുകാർ നിങ്ങൾ മനസ്സിലാക്കേണ്ട, സിഖ് റെജിമെൻറ്റിലുണ്ട്, ഇന്ത്യൻ പട്ടാളത്തിൽ, ഇവരൊന്നും ഓഫീസേഴ്സ് അല്ല. പക്ഷേ ജട്ട് സിഖ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് വലിയൊരു ശതമാനം ഡിഫൻസിൻ്റെ ഓഫീസേഴ്സാണ്. ഇവരധികം സിഖ് റെജിമെൻറ്റിലെ പട്ടാളക്കാരാണ്. ഇതാണ് ആ വ്യത്യാസം. പല ആൾക്കാരും പല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷേ ഇവരും വാരിയേഴ്സാണ്, ശക്തമായ വാരിയേഴ്സാണ്. ആര്? ഈ പറയുന്ന ദളിത് ആയിട്ടുള്ള അവിടെ സിഖുകാർ. കാരണം ഇനി അടുത്ത ദളിത് സിഖ് എത്രയാണ് പഞ്ചാബിലുള്ള കമ്മ്യൂണിറ്റി? 52%. ദളിത് സിഖ് അവിടുത്തെ ദളിത് ഹിന്ദുക്കൾ, അവർ 52%. അവരുടെ കയ്യിൽ ലാൻഡ് ഉള്ളത് 3.5% ഉള്ളൂ. കാരണം മറ്റവൻ്റെ കയ്യിലാണ് ഈ ലാൻഡ്. പിന്നെ ഈ സർദാർമാരിനകത്ത് ഒത്തിരി കൺവേർട്ട് ചെയ്ത്, ഹിന്ദുക്കളിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് പോയവർ ഇപ്പം ഹിന്ദു മതത്തിലുണ്ടായിരുന്ന വർണ്ണപരമായിട്ട്, അതായത് അവരുടെ ഈ ജാതീയപരമായ ഡിസ്ക്രീഷൻ അവർ തുടർന്ന് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നമ്മൾ ഗ്രാമങ്ങളിൽ പോയാൽ കാണുന്നത്, അവിടെയുള്ള ദളിത് സിഖുകൾക്ക് വേറെ ഗുരുദ്വാര, അവർ വേറെ ജത്തേദാർ, ഇവർക്ക് വേറെ. ഈ 2 രീതിയിലാണ് കാണുന്നത്. അവിടുത്തെ കർഷകരത് ലാൻഡ് ഓണേഴ്സ് അവരും, തൊഴിൽ ചെയ്യുന്നത് ഇവരും. അതായത് ഇവരെ കംപ്ലീറ്റ് ആയിട്ട് ഈ ദളിത് കമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് അവർ സോഷ്യൽ ഗ്യാതറിങ്ങിന് പറ്റത്തില്ല, ഇവരുമായിട്ട് ക്ലബ് ചെയ്യത്തില്ല. ഇവരെ പൂർണ്ണമായിട്ടും നമ്മൾ ഈ പല ഇന്ത്യൻ സിറ്റികളിൽ, ഇന്ത്യൻ ഗ്രാമങ്ങളിൽ കാണുന്ന പോലെ ഇവർ പ്രത്യേകം, കാരണം ഇവർ ദളിതാണ്, ഇവരങ്ങ് തള്ളിക്കളഞ്ഞു. ഇതാണ് അതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോന്നായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ്, പിഡ്രൻവാലയ്ക്ക് മുമ്പ് മൂവ്മെൻ്റ് ഉണ്ട്, അതിനുശേഷം ഭിഡ്രൻവാല ശേഷമാണ് ഈ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നത്. നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഉണ്ടായി, ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ഉണ്ടായി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലുന്നത്. അറിയാം, ബിയാൻ സിംഗും സസ്വന്ത് സിംഗും തീൻമൂർത്തിയിലുണ്ടായ സംഭവമാണ്. സേർവിങ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ് വെടിവെച്ച് കൊല്ലുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ മൂവ്മെൻറ്റിൻ്റെ മൂർച്ച മനസ്സിലാക്കണം. അതായത് ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് കേൾക്കണം. അതായത് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആര്? പാകിസ്ഥാനാണ് ഇവർക്ക് വെപ്പൺസ് കൊടുക്കുന്നത്. ഇന്ത്യൻ കറൻസി പ്രിൻ്റ് ചെയ്തിട്ട് ഈ പറയുന്ന
ഈ സിഖ് മൂവ്മെൻറ്റ്, അതായത് ഖാലിസ്ഥാൻ മൂവ്മെൻറ്റിന് എത്തിച്ചു കൊടുക്കുന്ന പാകിസ്ഥാനായിരുന്നു. എന്താ അതിൻ്റെ റീസൺ? 71 ഇന്ത്യ ഈ പറയുന്ന ബംഗ്ലാദേശ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ പാകിസ്ഥാൻ്റെ അജണ്ടയായിരുന്നു ഈ സിഖ് ഖാലിസ്ഥാൻ ഉണ്ടാക്കി പഞ്ചാബിനെ പ്രത്യേക രാജ്യമാക്കുക. 1 നമ്പർ. ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഡൽഹിയിൽ കയറി ബ്ലാസ്റ്റുകൾ ഉണ്ടാകുന്നു, ആൾക്കാർ കൊല്ലപ്പെടുന്നു. വലിയ പ്രശ്നമായിരുന്നു സംഭവം. സിഖ് മൂവ്മെൻറ്റിനെ പറ്റി, ഖാലിസ്ഥാൻ മൂവ്മെൻറ്റിനെ പറ്റി പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഈ സമയത്ത്, അതായത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും അതായത് ബ്ലാക്ക് തണ്ടറിനൊക്കെ ശേഷം അവസാനം അവിടെ കേന്ദ്ര ഗവൺമെൻറ് അവിടെ DGP ആയിട്ട് JF റിബേറോ എന്ന് പറയുന്ന അദ്ദേഹം മുംബൈ സ്വദേശി ആംഗ്ലോ ഇന്ത്യനാണ്. അദ്ദേഹത്തെ അവിടെ നിയമിക്കുന്നു. അവിടെ ഭരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ബിയാൻ സിംഗ് ഒക്കെ ആണെങ്കിൽ തന്നെ ഇവർക്ക് പവറില്ല ആക്ച്വലി. കാരണം കേന്ദ്രം നേരിട്ടാണ് ഭരിക്കുന്നത്. അതായത് പോലീസിൻ്റെ കൺട്രോളും ഈ പറയുന്ന IAS അവരോടൊന്നും ഈ കാര്യങ്ങളൊന്നും കാരണം ഇത് കൺട്രോൾ ഇൻസർജൻസി കൺട്രോൾ ചെയ്തേ മതിയാവത്തുള്ളൂ. അതുകൊണ്ട് പോലീസിനാണ് പവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ പാരാമിലിറ്ററി ഫോഴ്സിനും അതേപോലെ തന്നെ മിലിറ്ററിയുടെ, അതായത് ആൻറ്റി ഇൻസർജൻസി ഓപ്പറേഷൻ റെജിമെൻറ്റിനുമാണ് പവർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവരെല്ലാം എങ്ങനെ ഇന്ത്യക്കാരെ ഫയർ ചെയ്യും? ഇതൊരു ചോദ്യമാണ്. നമ്മൾ ഈ ലോ ഇൻറ്റൻസിറ്റി വാർ എന്ന് പറയുന്നതാണ്. ലോ ഇൻറ്റൻസിറ്റി വാറാണ് പഞ്ചാബിൽ നടന്നത്. അതേപോലെ ലോ ഇൻറ്റൻസിറ്റി വാറാണ് കാശ്മീരിൽ നടക്കുന്നത്. അപ്പം ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇന്ത്യൻ സോൾജിയേഴ്സിന് ഇന്ത്യക്കാരായ ഒരാളെ ഓപ്പൺ ചെയ്ത് ഫയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവൻ കുറ്റവാളിയാണ് എന്ന് കൺഫേം ആയാൽ മാത്രമേ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർക്ക് ഫയർ ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അനുവാദം കൊടുത്തിരുന്നത്. കാരണം റെസ്ട്രിക്ഷനിലാണ് ഈ സംഭവം. പക്ഷെ അതിൻ്റെ പേരിൽ എന്താ ഉണ്ടായത്? ഈ പഞ്ചാബിലോട്ട് ആയുധങ്ങൾ മുഴുവനും RDX ഈ സംഭവങ്ങൾ മുഴുവനും പാകിസ്ഥാൻ ബോർഡറിനകത്തോട്ട് കയറി. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അവിടെ മുഴുവനും വേലി കെട്ടുന്നു ഇങ്ങോട്ട് കയറാതിരിക്കാൻ. പക്ഷെ പഞ്ചാബിൻ്റെ ഈ ബോർഡറിലുള്ള ദളിറ്റ്സും അവിടെയുള്ള ഹിന്ദുക്കളും മുഴുവനും ഈ ജഡ് സിക്സ് ആണ് ഈ ഇത് നയിക്കുന്നത്. നിങ്ങൾ ഷെർബാസ് സിംഗ് ആണെങ്കിലും ഭിഡ്രം, ഇവരെല്ലാവരും എടുത്ത് നോക്കുക. ഇവരെല്ലാം അപ്പർ കാസ്റ്റായിട്ട് അപ്പർ ജഡ് സിഖ് ആളാണ് ഈ പറയുന്ന ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ് മെയിനായിട്ടുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ചില ഗുരുക്കന്മാരെ സീനിയറായിട്ട് ഈ പറയുന്ന ദളിറ്റ്സ് ആയിട്ടുള്ള സർദാർമാരുടെ ജത്തേദാറും ഉണ്ട്. അതാണ് അതിൻ്റെ അകത്ത് തമാശ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഭിഡ്രൻ വാല എന്ന് പറയുന്ന ജഡ് സിഖ് അല്ല, ഈ പറയുന്ന ദളിത് സിക്കി എന്ന് വന്നയാളാണ് എൻ്റെ ഒരു ധാരണ. അതിനെപ്പറ്റി അത് റീകൺഫേം ചെയ്തിട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. ഇവിടെയാണ് KPS ഗിൽ, പഞ്ചാബ് അന്നത്തെ DGP, അന്നത്തെ അഡീഷണൽ DGP, പിന്നീട് DGP ആയി. അവിടുത്തെ പോലീസും മിലിറ്ററി ഇൻ്റലിജൻസും IBയും ചേർന്ന് ഒരു സ്ട്രാറ്റജി തയ്യാറാക്കുന്നു. ആ ബോർഡറിലുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ് ആൾക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്ന. ബോർഡറിൽ നിന്ന് വരുമ്പോൾ ഈ പറയുന്ന വെപ്പൺസ് ഒളിച്ചു വെക്കുന്നു. ഇവിടുന്ന് വെടിവെച്ചിട്ടും അവിടെ ഉപദ്രവിച്ചും ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത് പോകുന്ന ഭീകരന്മാരെ അതിർത്തി കടത്തി വിടുന്നത് ഈ കമ്മ്യൂണിറ്റിയാണ്. അതായത് ബോർഡറിലാണ് ഇവർ താമസിക്കുന്നത്. അതിൻ്റെ പേരിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു സ്ട്രാറ്റജി തയ്യാറാക്കി. ഇവിടുന്ന് സിഖ് മതത്തിൻ്റെ അകത്തോട്ട് ക്രിസ്ത്യൻ മതം കയറ്റിവിട്ടു. ഇപ്പോൾ പിടികിട്ടിയ സംഭവം. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ആദ്യം ഇതിന് ഫണ്ട് ചെയ്ത് ഇൻസ്പയർ ചെയ്ത് അവിടെ സുവിശേഷത്തിൽ കൂടെ അവരെ സ്വാധീനിച്ച്. കാരണം അല്ലാതെ വേറൊരു വഴിയുമില്ലാതായി. അങ്ങനെയാണ് അവിടെ പെൻഡക്കോസ്റ്റൽ വിശ്വാസം കയറി വരുന്നത്. ആദ്യം കേരളത്തിലെ പല ആൾക്കാർ ചോദിച്ചു എങ്ങനെയാണ് ഇനിഷ്യൽ ഫണ്ടിങ്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്ട്രാറ്റജി ആയിരുന്നു ബോർഡറിലുള്ള ദളിതായിട്ടുള്ള സിഖുകാരെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചാബിലോട്ട് വരുന്ന ഈ അതായത് ഈ വെപ്പൺസും സ്ഫോടന വസ്തുക്കളും കുറയും. ഇവരവരെ സപ്പോർട്ട് ചെയ്തില്ല. അത് സക്സസ് ആയി. ഇതാണ് ഇനിഷ്യൽ തുടക്കം എന്ന് പറയുന്നത്. അപ്പം ഇത് സക്സസ് ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മളെല്ലാം അന്ന് പറഞ്ഞത് KPS ഗില്ലും റിബേരോയും കൂടിയാണ് ഇത് ഒതുക്കിയത്. ബേസിക്കലി ഉണ്ടായ സ്ട്രാറ്റജിയിലാണ് ഈ ക്രോസ് ബോർഡർ ടെററിസം എന്ന് പറഞ്ഞ സാധനം ഇല്ലാതാകുന്നത്. നമ്പർ 1. അപ്പം അതിനുശേഷം ഇതിനകത്തൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ടായി. ഇത് പറയുന്നത് ഞാൻ പറയുന്നത് വലിയ ദൂരമായ വർഷങ്ങളൊന്നുമല്ല, 10-30 വർഷത്തെ കാര്യമായി പറയുന്നത്. അപ്പം ഇവിടെ ഈ സന്ദർഭത്തിലാണ്
CMC കോളേജ്, മെഡിക്കൽ കോളേജ് ലുധിയാന, അവർക്കൊരു ഭയങ്കര സ്വാധീനമുണ്ട് അതിൻ്റെ അകത്ത്. അതായത് ഈ പറയുന്ന പ്രൊട്ടസ്റ്റൻ്റ്, അതായത് പെൻഡക്കോസ്റ്റലായിട്ട് ഇവരെ മാറ്റിയെടുക്കുന്നതിൽ CMC കോളേജ് ലുധിയാന വലിയൊരു ഗെയിം കളിച്ചു. അവർ ബേസിക്കലി മിഷണറീസ് ആയിട്ടുള്ള സീനിയർ ഡോക്ടേഴ്സാണ് അധികവും. പിന്നീട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, കേരളത്തിലുള്ള IPC, ഇന്ത്യൻ പെൻഡക്കോസ്റ്റ് സഭ, അതായത് കുമ്പനാട്ടുള്ളവർ, അതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന നേവിയുടെ ക്യാപ്റ്റനായിട്ട് റിട്ടയർ ചെയ്തൊരു ജോസഫ്, ഒരു PI ജോസഫ്, അയാളാണ് ബേസിക്കലി അവിടെ IPCയുടെ മിഷനുമായിട്ട് അവിടെ ചെല്ലുന്നത്, അറിയാൻ സാധിക്കുന്നത്. പിന്നീട് ഇപ്പോഴവിടെ IPCയുടെ എങ്ങാണ്ട് ലീഡറായിരുന്ന ഒരു വത്സൻ എബ്രഹാമിൻ്റെ പിതാവ്, അതേപോലെ തന്നെ നേരത്തെ IPCയുടെ പ്രസിഡൻ്റായിരുന്നു, ഇപ്പോഴും അദ്ദേഹം പഞ്ചാബിൽ, ഒരു ജേക്കബ് ജോൺ, ഇവരൊക്കെയാണ് ബേസിക്കലി ഈ പറയുന്ന സിഖുകാരെ, അവിടെയുള്ള ദളിത് ആൾക്കാരെ ക്രിസ്ത്യാനിറ്റി, പെൻഡക്കോസ്റ്റ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തത്, അതായത് ടീച്ചിങ്. അതുകൊണ്ടാണ് പഞ്ചാബിലുള്ള ദളിത് ബന്ദിക്കോസ് കേരള സ്റ്റൈലുള്ള പെൻഡക്കോസ് രീതിയിലാണ് അവരുടെ വർഷിപ്പ്. കാരണം പഠിപ്പിച്ച ടീച്ചേഴ്സ് എല്ലാം കേരളത്തിൽ നിന്ന് മലയാളികളാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയോ? പിന്നീട് മനസ്സിലാക്കുക, പഴയ ഒരു സിലോൺ പെന്തക്കോസ് ഉണ്ട്, അതിൻ്റെ പേര് ഇപ്പോഴും എനിക്കറിയത്തില്ല എന്തുവാന്ന്. അവർക്കും അവിടെ ചർച്ചുകളുണ്ട്. പിന്നീട് തുടക്ക സമയത്ത് പിന്നെ അസംബ്ലീസ് ഓഫ് ഗോഡിന് അവിടെ ചർച്ചുകളുണ്ട്. പിന്നെ അവിടെ ഉണ്ടായൊരു സംഭവം എന്ന് പറയുന്നത്, അവിടെ കാത്തലിക് ഇഷ്ടംപോലെ സ്കൂളുകൾ പണിതു. ഈ സ്കൂളുകളിലോട്ടൊക്കെ ഇവിടെ ദളിറ്റ്സിൻ്റെ ഈ കുട്ടികളെയും ഇവിടെ ഇതേപോലെയുള്ള ആളുകൾ, അതായത് ഇവരെ ആ സ്കൂളുകളിൽ കൊണ്ട് പഠിപ്പിച്ചു. അതായത് ദളിറ്റ്സിന് പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടാൻ തുടങ്ങി. അതൊരു ഭയങ്കര സംഭവമാണല്ലോ. അപ്പം ഇവരുടെ ഒരു ഫോർമുല എന്ന് പറയുന്നത്, സോപ്പ് വൃത്തിയാക്കുക, സൂപ്പ് ആഹാരം കൊടുക്കുക, സാൽവേഷൻ. സോപ്പ്, സൂപ്പ്, സാൽവേഷൻ, ഇതായിരുന്നു ഇവരുടെ ഫിലോസഫി എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ സംഭവത്തിൻ്റെ പിച്ച് മാറുന്നത്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ആദ്യകാലത്ത് ഈ ജോസഫ് എന്ന് പറഞ്ഞ ആൾ IPCക്കാരൻ, അയാൾ പെരുമ്പാവൂർ സ്ഥലം മേടിച്ചിട്ട് അവിടെ നിന്ന് അവിടെ ഒരു സെമിനാരി പണിയുന്നു. അവിടെ ഈ സർദാർമാരെയും അവിടെയുള്ള ദളിറ്റ്സിനെയും കൊണ്ടുവന്ന്, അതായത് തിയോളജി, പെൻഡക്കോസ്റ്റൽ തിയോളജി പഠിപ്പിക്കുന്നു. അപ്പോൾ ആദ്യകാലത്തെ പാസ്റ്റേഴ്സ് എല്ലാം പോകുന്ന ഈ പറയുന്ന പെരുമ്പാവൂരിൽ നിന്നാണ്. പിന്നീട് ഈ പറയുന്ന വത്സൻ എബ്രഹാം, അയാളുടെ പിതാവും ഈ പറയുന്ന ജേക്കബ് ജോണൊക്കെ ഈ IPCയുടെ ഭാഗമായിട്ട് അവരവിടെ ഇത് പണിയുന്നു, ഏത് തിയോളജിക്കൽ കോളേജ്. കാരണം ഇവർക്ക് ടീച്ചേഴ്സ് വേണമല്ലോ. ഈ പാസ്റ്റേഴ്സ് ഇതെങ്ങനെ പോകും? ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് മരിക്കുന്നിടം വരെ ബിലീഫ്സ് വേണം. അതാണ് ഇത് സ്ട്രക്ചർ, ഈസ് കോൾഡ് ചർച്ച് പ്ലാന്റിങ് എന്ന് പറയുന്ന സംഭവം ചെയ്ത് മലയാളികളാണ്. പിന്നെ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ആയിട്ട് പട്ടാളത്തിൽ പോയ പല ആൾക്കാരും, മലയാളികളൊക്കെ ഇതിൻ്റെ പാർട്ടുകളാക്കാൻ ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകളായിട്ട് ഈ റിവൈവലിൽ പാർട്ടായി. ഇനി ഞാൻ അവസാനത്തെ പോയിന്റിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്നൊക്കെ ഏകദേശം പിടികെട്ടിയില്ല. അപ്പോൾ ഇവർക്ക് ഫണ്ടിങ് വേണം. IPCക്ക് ഫണ്ടുണ്ട്, മറ്റുള്ള ചർച്ചിനൊക്കെ ഫണ്ടുണ്ട്. പക്ഷേ ഈ ഫണ്ടെന്ന് പറയുന്ന അന്നത്തെ ഒരു സാഹചര്യത്തിൽ പഞ്ചാബിൽ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. കാരണം പഞ്ചാബ് ഇൻസർജൻസിയാണ് ഗവൺമെൻറ് മുഴുവനും മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ചർച്ചകളൊക്കെ ചെയ്ത കാര്യം ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്, നിങ്ങൾ ക്രിപ്റ്റോ കറൻസി എന്ന് കേട്ട് കാണും. ഇവർ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവർ പൊതുവെ ആൾക്കാരുടെ മുമ്പിൽ അവർ ഈ ക്രിസ്ത്യൻസ് ആയിട്ടും പെൻഡക്കോസ്റ്റുമായിട്ട് വരുന്നില്ല. അപ്പോൾ അവർ ബേസിക്കലി അവർ ബിലീവേഴ്സാണ്. ഇറ്റ്സ് കോൾഡ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്, ക്രിപ്റ്റോ പെൻഡക്കോസ് എന്ന് പറയും. അതിലേറ്റവും കൂടുതൽ കേരളത്തിലുള്ള പല സഭകൾ, കാരണം ഈ പെൻഡക്കോസ് ഉപദേശിമാരുടെ എവിടുന്ന ഈ പണം, IPCയുടെ പണം കാണും, പക്ഷേ അത് ലിമിറ്റഡാണ്. ഇപ്പോഴാണ് അവർക്കൊക്കെ പണം വരാൻ തുടങ്ങിയത്. പക്ഷേ കേരളത്തിലെ കാത്തലിക്സ് ആയിട്ടും ഓർത്തഡോക്സ് ആയിട്ടുള്ള ബിലീവേഴ്സ് ഉണ്ട്, പല ബിസിനസ്സുകാർ ഇന്ത്യയിലും പല ചെയ്യുന്നവർ. അവർ പക്ഷേ പ്രത്യക്ഷത്തിൽ പെന്തക്കോസ്റ്റുകാരല്ല, പക്ഷെ അവർ പെന്തക്കോസ്റ്റ് ബിലീവേഴ്സാണ്. കാരണം അവർക്ക് പള്ളിയും ചർച്ചും ഒക്കെയാണ്, അവരവർ കാണാൻ തയ്യാറ്. പക്ഷേ അവരിതിനകത്ത് ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ടും പല മിഷൻസിനും സ്പോൺസർ ചെയ്തു. അതേപോലെ തമിഴ്നാട്ടിലുള്ള ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് അവർ സ്പോൺസർ ചെയ്തു, ആന്ധ്രയിലുള്ള ക്രിസ്ത്യൻസ് അവർ സ്പോൺസർ ചെയ്തു. അതേപോലെ വിദേശ രാജ്യങ്ങളിലുള്ള അത് പോയിരുന്ന മലയാളികളായ ക്രിസ്ത്യൻസ്, ഞാൻ ഈ പറഞ്ഞ പെൻഡക്കോസ് ക്രിസ്ത്യൻസ് അല്ല, ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് അവർ ഫണ്ട് ചെയ്തു. കാരണം അവിടെ ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. വിദേശത്തുനിന്ന് ഫണ്ട് വരുന്നതിന് വളരെ റെസ്ട്രിക്ഷനായിരുന്നു.
ഇതാണ് ഇവരുടെ ഫണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെല്ലാം ഈ പറയുന്ന ഇവർക്ക് വളരെയധികം ഫണ്ടിങ് ഉണ്ട്, കാരണം വലിയ സംഭവമായി മാറി. ഇനി പല ആൾക്കാർക്കും പ്രശ്നമുണ്ട്, ചോദിക്കുന്നുണ്ട് ഇവരെന്താണ് ഈ പറയുന്ന അവരുടെയൊക്കെ അംഗബലം ആണ് ഇതിൽ നല്ല ചോദ്യം അത്. കാരണം എത്രയാണ്. അപ്പം ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പാസ്റ്റർ ബജീന്ദർ സിംഗ് അയാളുടെ യൂട്യൂബ് ചാനൽ എടുത്ത് കാണുക. അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ 36 ലക്ഷമാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വ്യൂസ് എടുത്ത് കാണുക. അത് കഴിഞ്ഞിട്ട് അവരുടെ നടക്കുന്ന ആക്ടിവിറ്റീസ് മുഴുവൻ അത് യൂട്യൂബിൽ കൂടെ. അതേപോലെ ബജീന്ദർ സിംഗിന് പല യൂട്യൂബുണ്ട്. അയാളുടെ മെയിൻ യൂട്യൂബ് 36 ലക്ഷമാണ്. അതിൻ്റെ വ്യൂസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. രണ്ടാമതൊരാളെ എടുക്കുക, പാസ്റ്റർ അങ്കൂർ നരൂല. അയാൾക്കുണ്ട് ഏകദേശം 15 20 25 ലക്ഷം ഉണ്ട് അയാൾക്ക്. അങ്കൂർ നരൂലയ്ക്കുണ്ട് 25 ലക്ഷം. ഇതേപോലെ 10 സീനിയറായിട്ടുള്ള അവിടെയുള്ള ആക്റ്റീവായിട്ടുള്ള പാസ്റ്റേഴ്സ്. നിങ്ങൾ ഞെട്ടിപ്പോവും. എല്ലാം കൂടെ കൂട്ടുവാണെങ്കിൽ 1.5 2.5 3.5 കോടിയാണ് ഇവരുടെ വ്യൂവർഷിപ്പ് പെർ വീക്ക്. ഞെട്ടുപോകും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഞ്ചാബിൽ മാത്രമല്ല. അപ്പം അടുത്ത ചോദ്യം, എവിടൊക്കെയാണ് ഇത് പോയത്? ഇത് പെനട്രേറ്റ് ചെയ്തു. അതായത് ദളിത് കമ്മ്യൂണിറ്റി താമസിക്കുന്ന ജമ്മു റീജിയൻ മുഴുവനും ഇത് പെനട്രേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇത്രയും വ്യൂസും വരത്തില്ല. ഗോട്ട് മൈ പോയിന്റ്. അതേപോലെ തന്നെ ഇത് ഹരിയാനയിലുള്ള അതിനകത്ത് ദളിത് കമ്മ്യൂണിറ്റി അവിടെ പെനട്രേറ്റ് ചെയ്തു. അവിടെ സിഖുകാരുണ്ട്. രാജസ്ഥാൻ്റെ ഈ ബോർഡറിൽ അവിടെയുള്ള അങ്ങോട്ടും ഇതങ്ങ് പെനട്രേറ്റ് ചെയ്തു. അതാണ് ഇത്രയും വ്യൂ. അതായത് ഞാൻ ഈ പറയുന്നത് ഇവരുണ്ടായേക്കുന്ന റിവൈവൽ ഈ സ്റ്റേറ്റിലെല്ലാം വെരി സൂൺ കയറി അടിക്കാൻ പോവുകയാണ്. കാരണം അതാണ് അതിൻ്റെ പെനട്രേഷനും. കാരണം നിങ്ങളിപ്പം തമാശനാക്കുന്ന പോലെയല്ലോ, സ്ഥിരമായിട്ട് കാണുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, വ്യൂ ചെയ്യുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ദർ വുഡ് ബി സം ഇഷ്യൂസ്. കാരണം നിങ്ങൾ ഇതിൻ്റെ പാർട്ടാണ്. അപ്പം ഇപ്പോഴിത് എത്രയും പെട്ടെന്ന് പൊങ്ങി വരാൻ കാരണം ഈ കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പം ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആയിട്ടിരുന്ന സർദാറന്മാർ ഇവരെല്ലാം കൂടെ ഓപ്പണായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തു. അപ്പം ഞാൻ ഏറ്റവും അടുത്ത് അറിയുന്ന വേറെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇവരുടെ ജാതി വർണ്ണങ്ങളെല്ലാം കൊണ്ട് ഈ പറയുന്ന സർദാർമാർ, ദളിത് സർദാർമാർ, അവിടുത്തെ ഹിന്ദുക്കൾക്കും, കാരണം ഇവർക്ക് സെപ്പറേറ്റ് ഗുരുദ്വാരയാണ്, എല്ലാം സെപ്പറേറ്റ് ചെയ്ത് സോഷ്യൽ ഗ്യാതറിങ്ങിലൊന്നുമില്ല. ഇവരധികവും പോകുന്നത് ഗുരുക്കന്മാരടുത്ത്, ഗുരുജി, ബാബാജി എന്നൊക്കെ പറയുന്നിടത്താണ്. പഞ്ചാബിൽ ഇഷ്ടംപോലെ ബാബയുണ്ട്, ഹരിയാനയിൽ ബാബയുണ്ട്. അതിലേറ്റവും വലിയ ബാബയായിരുന്നു റാം റഹീം, അതായത് ഹിസാറിൽ ഹരിയാനയിലുള്ളത്. അവർ പറയുന്ന അവരുടെ ഫോളോവേഴ്സ് 68 മില്യൺ, ഏകദേശം 6 കോടിയാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഈ ബാബ റാം റഹീമിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്, നേരിട്ട് പോയി ഹിസാറിലയുടെ ആശ്രമത്തിൽ. പക്ഷേ അവർക്ക് 3-4 കോടി ആൾക്കാരുണ്ട്. കാരണം ഫണ്ട് കാരണം എല്ലാം ഈ താഴ്ന്ന ആൾക്കാരാണ്. റാം റഹീനെ അറസ്റ്റ് ചെയ്യുക, അയാളുടെ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞപ്പം അവർക്ക് ഈ ദളിറ്റ്സിനൊക്കെ പിടികിട്ടി, ഇനി ഇതേപോലുള്ള ഗുരുക്കന്മാർ ശരിയാവത്തില്ല, ഇവരെല്ലാം കൂടി ഇങ്ങോട്ടങ്ങ് ചാടി. അപ്പോൾ ഓരോ വെർട്ടിക്കൽസ് ഞാൻ 1 2 3 4 പറയുന്നുണ്ട്. അതേപോലെ പല ഗുരുക്കന്മാരും ഈ ബാബാമാരും ഹരിയാനയിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും രാജസ്ഥാനിൽ നിങ്ങൾ പോയാൽ കാണാം, ഇവരെല്ലാം പൊളിഞ്ഞ് നാശമായി ഈ റാം റഹീമിൻ്റെ ഇഷ്യൂവിനോട് കൂടി. അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നുണ്ടാക്കി ഇതൊരു റിവൈവൽ മൂവ്മെൻ്റായിട്ട്, അതായത് ഗോസ്പൽ, അതായത് പെൻഡക്കോസ്റ്റ് മൂവ്മെൻറ്റ് പഞ്ചാബിലുണ്ടായി. അത് നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബെൽറ്റായ ഹിമാചലിലുണ്ടായിട്ടുണ്ട്, അത് ജമ്മുവിൻ്റെ റീജിയനിലുണ്ടായിട്ടുണ്ട്, രാജസ്ഥാനിലും, കാരണം ബെൽറ്റാണ്, ഇതിൽ ബോർഡർ ബെൽറ്റാണ്, ഹരിയാനയിലുണ്ടായിട്ടുണ്ട്. ഇത് വളരെ വിസിബിളായിട്ട് ഇന്ന് നമുക്കിത് കാണാൻ സാധിക്കും.